ഒരു തുമ്മലോട് സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ കുറച്ചുകൂടെ റിയലിസ്റ്റിക് എഫക്റ്റ്. നിസ്മല നേരത്തെ പറഞ്ഞില്ലേ, ഒരു തുമ്മലോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്താണ് ഹാച്ചി എന്ന് പറഞ്ഞത് തുമ്മുമ്പോൾ തുമ്മിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു എങ്ങനെയാണ് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്യാം. എങ്ങനെയുണ്ട് ഹാച്ചി? ഓക്കെ അല്ലേ? റിയൽ ആയിട്ടുണ്ടോ? നമ്മൾ ഈ കാറിൽ ഓൾഡ് കാറിലാണെങ്കിൽ പ്രത്യേകിച്ച് AC ഇടുമ്പോൾ ഒരു ബാഡ് ഓർഡർ വരും. അതെന്ന് പറഞ്ഞാൽ ഒരു ബാഡ് ഓർഡർ അല്ല എങ്കിലും ഒരു പഴകിയ സ്മെല്ല് നമ്മൾ ഈ ഓൾഡ് കാസിൽ വരും. അതേപോലെ തന്നെ പുതിയ കാസ് ആണെങ്കിലും വരും. അത് നമ്മൾ പുതിയ കാസൊക്കെ ആണെങ്കിൽ നമ്മൾ AC വെൻ സ്റ്റീമിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ മാറും, ഏകദേശം മാറും. എന്നാലും നമ്മുടെ ഈ പഴയ കാറിൽ മോസ്റ്റ്ലി ഉള്ള സാധനമാണ് എന്താണ്, എല്ലാ കാസിലും ഒരു 95% എബോ ഉള്ള കാസിൽ ഉള്ളതാണ് എന്താണ് ഈ പഴകിയ ഒരു സ്മെല്ല്, അല്ലെങ്കിൽ ഒരു പൊടിയുടെ സ്മെല്ല്, ഡസ്റ്റിന്റെ സ്മെല്ലൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അത് പൂർണ്ണമായിട്ടും എങ്ങനെ മാറ്റാം? AC ഫിൽറ്റർ ക്ലീൻ ചെയ്താൽ ഈ സാധനം മാറത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിന്റെ AC വെന്റിന്റെ അകത്തായിരിക്കും ഈ പൊടിയും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത്. അപ്പം AC വെന്റിന്റെ അകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നമുക്കിത് എന്തായിരുന്നാലും ഡസ്റ്റിന്റെ സ്മെല്ല് വരും. അപ്പം അത് നമുക്ക് എങ്ങനെ എന്താണ് 100% നമുക്ക് അതെങ്ങനെ ക്ലിയർ അപ്പ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്, ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് വെച്ച് നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തുമാത്രം അതിൽ ഡസ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കാണ് ഇത് വലിയ രീതിയിലുള്ള ഇഷ്യൂസ് വരുന്നത്. നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ പഴകിയ ഡസ്റ്റിന്റെ സ്മെല്ല് വരുമ്പോൾ അവർക്ക് റെസ്പിറേഷൻ ഇഷ്യൂസും അതുപോലെ തന്നെ ശ്വാസം മുട്ട്, പിന്നെ വേറെ അലർജീസ് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ നമുക്കും ബുദ്ധിമുട്ടാണ് ഈ ഡസ്റ്റിന്റെ സ്മെല്ല് നിൽക്കുന്നത് കൊണ്ട് ഒരു ഫ്രഷർ ഇല്ലാത്തത്. അത് നമ്മൾ എത്ര പ്യൂരിഫയർ വെച്ചാലും എത്ര എയർ കണ്ടീഷണർ വെച്ചാലും അത് കറക്റ്റ് ആവത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള പൊടി നമ്മൾ ക്ലിയർ ചെയ്യാതെ ഇത് റെഡി ആവത്തില്ല. അപ്പം ഈ AC വെന്റിനകത്തുള്ള പൊടി കാര്യങ്ങളൊക്കെ എങ്ങനെ അത് നമുക്ക് ക്ലിയർ അപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു ഇഷ്യൂന് 100% ഒരു സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതിന് പാരലായിട്ട് ഒരു സൊല്യൂഷനാണ് സ്റ്റീമിങ്. ഓക്കെ, അപ്പം ഇനി ഇത് തന്നെ വേണമെന്നുള്ളവർക്കും കുഴപ്പമില്ല. നമ്മുടെ പെക്സ ആപ്പിൽ ഡോർസ്റ്റെപ്പ് സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എയർ കണ്ടീഷണർ ക്ലീനിങ് അവർ ഡോർസ്റ്റെപ്പിൽ വന്ന് തന്നെ എക്സ്പേർട്സ് ക്ലീൻ ചെയ്ത് തരും. ഓക്കെ, ഇനി നിങ്ങൾക്കിത് സ്വന്തമായി ചെയ്യാനാണ് എങ്കിൽ പെക്സ ആപ്പിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്ത് ഇപ്പം കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ട കൊള്ളാല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിത് കേറ്റാൻ പോവുകയാണ്. കേറട്ടെ. ഓക്കെ, ആക്ച്വലി ഫസ്റ്റ് ഈ ഒരു സ്പ്രേയിൽ ഇതാ ഈ ഒരു ട്യൂബ് കൂടി കിട്ടും. അപ്പം ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതിനകത്തോടെ AC-യിൽ ഇങ്ങനെ ഇത് കയറ്റണം. ഓക്കെ, കേറട്ടെ. ഓക്കെ, ഈ ഇത്രയും കയറ്റണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യണം. ഉണ്ടോ? ഇത് ഫുള്ള് നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഫുള്ള് ഒരു കാറിന് ഫുള്ള് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം കൂടെ ഈ ഒരു സൈഡിൽ യൂസ് ചെയ്യരുത്. നമുക്ക് വേറെ AC വെൻസ് ഉണ്ട്. അപ്പം ഒരു വെന്റിൽ ഇത്രയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ബാലൻസ് ഇത് ഫുള്ള് തീർക്കരുത്. എന്നിട്ട് നമ്മൾ ബാലൻസ് വെന്റിലും കൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ AC-യുടെ എന്താണ് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു ഓപ്പൺ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫാൻ ഓൺ ചെയ്യണം. ഇപ്പം നമുക്ക് ഈ ഒരു AC-യുടെ ഈ ഒരു വെന്റ് ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് ഇതിൻ്റെ ക്ലോസർ കംപ്ലൈൻ്റ് ആണ്. അപ്പം നമ്മളൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ടായിരിക്കും AC വെന്റ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ AC വെന്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ AC ഇടേണ്ട, ജസ്റ്റ് ഫാൻ മാത്രം സ്പ്രേ ചെയ്താൽ മതി. നമുക്ക് ക്ലോസർ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ ക്ലീൻ ആണ്. എടുത്ത് ജസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഫാൻ ഓൺ ചെയ്യുവാണ് നമ്മൾ. കണ്ടോ, ഫാൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഓക്കെ, ഫാൻ നമ്മൾ ഫുൾ സ്പീഡിൽ ഓൺ ചെയ്തേക്കുവാണ്. കണ്ടോ, ചെറിയൊരു വാക്യൂം സ്പേസ് നമ്മൾ ഇടണം. ബിക്കോസ് എയർ നല്ല രീതിയിൽ ഫ്ലോ ആവാൻ വേണ്ടി. എന്നിട്ട് മാത്രം ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ തുടയ്ക്കണം.
ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ഇത്രയും ഒരു ഡേർട്ട് നമുക്ക് ഇത് യൂസ് ചെയ്തപ്പോൾ ഇതിനകത്ത് റിമൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് AC സ്റ്റീമിങ്ങിൻ്റെ ഒരു പാരലൽ സൊല്യൂഷൻ കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സർവീസ് ആണ് വേണ്ടത് എങ്കിൽ പെക്സ ആപ്പിൽ കയറി ബുക്ക് ചെയ്താലും മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ ടൈമിംഗ് കൊടുക്കുക, നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ നിങ്ങളുടെ സമയത്തിന് നിങ്ങൾക്ക് സർവീസ് കിട്ടും. ഇനി സ്വന്തമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പെക്സ ആപ്പിൽ ഈ ഒരു പ്രോഡക്റ്റ് നല്ലൊരു ഓഫർ പ്രൈസിൽ അവൈലബിൾ ആണ്. പ്രോഡക്റ്റ് ലിങ്കും അതുപോലെ തന്നെ എങ്ങനെയാണ് സർവീസ് ബുക്ക് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുമുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ വീഡിയോടൊപ്പം കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇത് നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം ഒരു ലെമൺ സ്മെല്ലായിരിക്കും വരുന്നത്. അത് നിങ്ങൾക്ക് വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ദിവസത്തേക്ക് നല്ലൊരു ഫ്രഷ് ലെമൺ സ്മെല്ലായിരിക്കും വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ AC ഇത് സ്പ്രേ ചെയ്തതിൻ്റെ അതിൻ്റെ ഒരു എഫക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അത് കുറച്ച് ഡേയ്സ് കഴിയുമ്പം അത് നോർമലൈസ് ആവും. അതിന് നിങ്ങൾക്ക് അത് വേറെ കുഴപ്പമൊന്നും ഉള്ള കാര്യമല്ല. അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സിനായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്തു. ബൈ ബൈ.